ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഇത് CD Deluxe വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. നമുക്ക് സർവീസ് അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാം, ബസ്സർ ഫിറ്റ് ചെയ്യുക, ഒരു ഫുഡ് റെസ്റ്റ് കംപ്ലയിൻ്റ് ഉണ്ട് ഫ്രണ്ടിൽ, അത് മാറ്റാം. അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് അവർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ കയറ്റിയിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ കമ്പനി ലൈൻഡർ കിടക്കണേ, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. ക്യാമിൻ്റെ മില്ലിങ് നമ്മൾ ചെറുതായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ ഹബിന് അത്യാവശ്യം തേയ്മാനം വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ പറയാം എത്ര സ്റ്റെപ്പ് തേയ്മാനം വന്നേക്കണം കൊണ്ടാണ് നമുക്ക് ആ മില്ലിങ് തിരിച്ചിടേണ്ടി വന്നേക്കണം കേട്ടോ. അതപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് ക്ലീൻ ചെയ്ത് കയറ്റാം. കാരണം ഇത് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ലെയ്ത്തിൽ കൊടുത്തിട്ട് കറക്റ്റ് ഈ സ്ലീവ് കട്ട് ചെയ്ത് പുതിയ സ്ലീവ് പിടിപ്പിച്ചാലാണ് കറക്റ്റ് മെഷർമെൻറ്റിൽ നിൽക്കുള്ളൂ. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈൻഡർ നമുക്ക് പരമാവധി ഉപയോഗിക്കാൻ കിട്ടില്ല, മാക്സിമത്തിലേക്ക് കിട്ടില്ല. കാരണം മില്ലിങ് ഇങ്ങനെ തിരിച്ചിടേണ്ടി വന്ന കാരണം അത് ഇത്ര തേയ്മാനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രേക്ക് ലൈൻഡർ അത്രയും കൂടുതലായിട്ട് ഇവിടെ ക്യാമ് തിരിയേണ്ടി വരും. അതാണ് നമ്മൾ മില്ലിങ് തിരിക്കാനുള്ള കാരണം കേട്ടോ. അപ്പോൾ തൽക്കാലം വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ക്ലീൻ ചെയ്ത ആ രീതി തന്നെ റീസെറ്റ് ചെയ്യാം. കൂടുതൽ പ്രശ്നം തേയ്മാനത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്കത് അഴിച്ച് കൊടുത്ത് മാറ്റാം. കാരണം ഈ ഹബ്ബ് സ്ലീവ് മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ. പിന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട്, നല്ല ടയറാണ് കിടക്കുന്നത്. പിന്നെ ചെയിൻ ചെറിയൊരു ലൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കണമുണ്ട് കേട്ടോ. പിന്നെ സീറ്റിൻ്റെ ഈ ഭാഗത്തൊരു ബോൾട്ടൊക്കെ ചാടി പോയിട്ടുണ്ട്, അപ്പോൾ സെറ്റ് ചെയ്തേക്കാം. ലെഫ്റ്റ് ഫ്രണ്ടിലത്തെ ഫുഡ് റെസ്റ്റിന് കംപ്ലൈൻറ്റ്, അപ്പോൾ ആ ഫുഡ് റെസ്റ്റ് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ബാക്കിലത്തെ ഫുഡ് റെസ്റ്റും പൊസിഷൻ ചെറിയതായിട്ട് ചേഞ്ച് ചെയ്ത് താഴേക്ക് ഒടിഞ്ഞവരാവുണ്ട്. തൽക്കാലം നമുക്കൊന്ന് ഒരു സ്പോട്ട് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലെവലിലേക്ക് നിർത്താനായിട്ട് പറ്റും. അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഫ്രണ്ടിലത്തെ ഫുഡ് റെസ്റ്റ് എന്തെങ്കിലും മാറ്റിയിടാം. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറാനുണ്ട്. പിന്നെ ഉള്ളത് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഫ്രണ്ട് വീലും കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യും കേട്ടോ. ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ചേക്കണ കാരണമാണ്. അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ച് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. ഫ്രണ്ട് ടയറും അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് നമുക്ക് ബാറ്ററിയുടെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട്, ബാറ്ററി നമുക്ക് ബോഷിൻ്റെ ബാറ്ററി ഇരിക്കണേ, നമുക്ക് ഇരിക്കണ ബാറ്ററിയുടെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. പിന്നെ നമുക്കിവിടെ ഈ ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ ഈ സൈഡ് തിരിയിനോടത്ത് ചെറിയൊരു ഒടിച്ചിൽ പോലെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ടൈറ്റൊന്നും കാണിച്ചു തുടങ്ങിയല്ല, മാക്സിമം ഓടട്ടെ, തീരെ കംപ്ലൈൻ്റ് ആയിട്ട് മാറ്റിയാലും മതി. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേരെ. ഏകദേശം നമുക്കൊരു 6 മണിയൊക്കെ ആവും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും. വർക്ക് തീർന്നതിനാൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.